ഹായ് എൻ്റെ കൂട്ടുകാരെ, ദൈവമക്കളെ, ദൈവമക്കളല്ലാത്ത എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ദൈവനാമത്തിൽ ഞാനൊരു വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ഏറ്റവും നമുക്ക് സുപരിചിതമായ ഒരു വചനമാണല്ലോ ദൈവമക്കൾക്ക്. എഫേസ്യർക്ക് എഴുതിയ 6-ാം അധ്യായത്തിലെ 10 മുതൽ ഇങ്ങ് താഴോട്ടുള്ള 17-18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമാണല്ലോ. എൻ്റെ കൂട്ടുകാരെ, കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസം തിരക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് പറയുവാൻ കാരണം, ഇന്ന് നാം സമൂഹത്തിൽ നോക്കുമ്പോൾ, അതായത് ദൈവനാമത്തിൽ നിൽക്കുന്ന, ദൈവഭയത്തിലും വിറയലോടെ നിൽക്കുന്ന ദൈവ മക്കളിൽ കാണുന്ന ഒരു ഭയവും പേടി, സുവിശേഷം അറിയിക്കാൻ ഒരു പേടിയും ഭയമുള്ള കുറേ ആൾക്കാരെ പരിചയപ്പെടുവാനും കാണുവാനും സംസാരിക്കാനും ഒക്കെ എനിക്കിടയായി. അവർ ദൈവനാമത്തിൽ വന്ന ശേഷം അവർക്ക് സുവിശേഷം അറിയിക്കാൻ ഭയങ്കര പേടിയാണ്. അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർ ചർച്ചകളിൽ പോകുന്നുണ്ട്, അതുപോലെ അവരെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് കുറേ ദൈവമക്കളെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രത്യേകം ഈ വാക്യം എടുത്ത് ചെയ്യുന്നത്. ഈ വാക്യമല്ല, അപ്പോസ്തല പ്രവൃത്തിയിൽ ഇതിന് കൂടുതൽ കാണാൻ പറ്റുന്ന വചനങ്ങളൊക്കെ ഉണ്ട്. പൗലോസാണ് ഏറ്റവും കൂടുതൽ സുവിശേഷം അറിയിച്ച വ്യക്തി. അപ്പോൾ സുവിശേഷത്തിൽ ഏറ്റവും കൂടുതൽ ശക്തനായ മനുഷ്യൻ പൗലോസാണ്. അപ്പോൾ നാം ദൈവം എഴുതി വച്ചിരിക്കുന്ന വചനം നമ്മളെ ശക്തിപ്പെടുത്തുവാനും ബലപ്പെടുത്തുവാനും സുവിശേഷത്തിൽ ബലത്തോടെ നിൽക്കാനും സുവിശേഷം പറയുമ്പോൾ ശക്തിയോട് പറയുവാനും ദൈവാത്മാവിനെ പ്രാപിച്ച് ദൈവത്തിൽ വന്ന ശേഷം ദൈവമക്കൾക്ക് ദൈവസന്നിധിയിൽ അനേക വർഷങ്ങൾ നിന്ന വ്യക്തികളുടെ പെരുമാറ്റ രീതികളും ഭയവും പേടി അവരുടെ കുറ്റമല്ല. അത് അവരിൽ ഉള്ളിലിരിക്കുന്നവൻ ഭീരുത്വത്തിൻ്റെ ആത്മാവ്, ആ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ മാറ്റി ദൈവിക ആത്മാവിനെ അവിടെ സ്ഥാപിക്കുമ്പോഴാണ് നമുക്ക് ഭയവും പേടിയില്ലാത്തത്. കർത്താവിൻ്റെ സന്നിധിയിൽ വിറയലും ഭയവും വേണം. സുവിശേഷത്തിൽ പേടിയും വിറയലും പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടല്ല, അധികാരങ്ങളോടും ആ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദൃഷ്ടാന്ത സേനയോടും അത്രേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവിൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പി. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കും. അപ്പം ദൈവം ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന, അതായത് നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടം. അത് ജഡരക്തങ്ങളോടല്ലല്ലോ, നമുക്ക് സഹോദരങ്ങളോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ അല്ല പോരാട്ടം. പൈശാചികമായ ആ മണ്ഡലങ്ങളോടാണ് നമ്മൾ പോരാടുന്നത്. അപ്പം നാം പറഞ്ഞു വന്നത്, ഞാൻ സുവിശേഷത്തിൻ്റെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് ദൈവവചനത്തിൽ, അപ്പോസ്തല പ്രവൃത്തിയിൽ, ലൂക്കോസിൽ, മത്തായിൽ, മർക്കോസിലും ഒക്കെ സുവിശേഷത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. ആ സുവിശേഷത്തിന് പോകണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? സുവിശേഷം പറയാൻ പോകണമെങ്കിലും നമുക്ക് അരയ്ക്ക് സത്യവും നീതിയുടെ കവചവും രക്ഷയുടെ ശിരസ്ത്രവും അണിയിച്ച് നമുക്ക് സുവിശേഷത്തിന് പോകാൻ പറ്റും. ആ സുവിശേഷത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ സുവിശേഷം നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു ഭവനത്തിൽ കയറി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ശക്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. പൈശാചിക മണ്ഡലങ്ങളോട് നമ്മൾ വളരെ കൃപയോടും ശക്തിയോടും ബലത്തോടും നിന്നിട്ട് മാത്രമേ സുവിശേഷം പറയാൻ പറ്റൂ. നമുക്കൊരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കാൻ പറയുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനക്കാരാകുന്ന മറ്റുള്ളവരുടെ, എനിക്കില്ല കേട്ടോ, എനിക്കങ്ങനെ ഒരു വീട്ടിൽ കയറി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാൻ പ്രാർത്ഥിക്കും. അത് ദൈവനാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ആ കുടുംബത്തെ ഞാൻ ദൈവനാമത്തിൽ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്താലും ദൈവം ബാക്കി ചെയ്തോളും. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു,
സർവ്വ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. സർവ്വ സൃഷ്ടികളോട് നാം സുവിശേഷം അറിയിക്കേണ്ടത് എങ്ങനെയാണ്, എവിടെയാണ്? ആദ്യം നമുക്ക് സുവിശേഷം അറിയിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മളുടെ അയൽക്കാരുടെ ഇടയിൽ, കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമുക്ക് സുവിശേഷം അറിയിക്കാം. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതാണ് സുവിശേഷം അറിയിക്കുക. എന്നാൽ അതിനപ്പുറത്തേക്ക് പൗലോസ്, പത്രോസ്, ലൂക്കോസ്, മത്തായി, മർക്കോസ് ഇവരൊക്കെ സുവിശേഷം അറിയിച്ചത് വളരെ കഠിനാധ്വാനത്തോടെ അവർ സുവിശേഷം അറിയിച്ചു. അതെങ്ങനെയാണ്? അവർ പോകുന്നിടത്തൊക്കെ പീഡനങ്ങളും പിന്നെ അടിയും ഉപദ്രവവും ഒക്കെ കൊണ്ട് അവർക്ക് ധൈര്യമുണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് വചനം പറഞ്ഞ് നിങ്ങൾ ധൈര്യപ്പെടുവിൻ, എല്ലാത്തിലും ധൈര്യപ്പെടണം. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങി വരുമ്പോൾ, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പട്ടുമെത്ത അല്ല സുവിശേഷം. പട്ടുമെത്തയാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നാൽ മതി. വീട്ടിൽ പോയി രാവിലെ പോയി പ്രാർത്ഥിച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ വന്നു മക്കളെ നോക്കി ഭക്ഷണമൊക്കെ വെച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നാം വീട്ടിലിരുന്നാൽ മതി. ഒരു സുവിശേഷകയാണെങ്കിൽ ഒരു സുവിശേഷം പറയാൻ, മക്കളെ നിങ്ങൾ സുവിശേഷകരാണെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് മറ്റുള്ളവരെ നേടിയെടുക്കണം, മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പധൈര്യമൊക്കെ വേണം. അപ്പം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സുവിശേഷം പറയാൻ പറ്റത്തുള്ളൂ. ധൈര്യമില്ലെങ്കിൽ നമുക്ക് എന്ത് പറ്റും? സുവിശേഷം പറയാൻ പറ്റത്തില്ല, അറിയിക്കാൻ പറ്റത്തില്ല. എന്നും ഒരു വിശ്വാസിയായിട്ട് മാത്രമേ നമുക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഒരാത്മാവിൻ്റെ വില നമുക്കറിയാൻ പറ്റത്തില്ല, ആത്മാവിനെ നേടിയെടുക്കാൻ പറ്റത്തില്ല. ആ ആത്മാവിനെ നേടിയെടുക്കുന്ന മറ്റുള്ളവർ ആത്മാക്കളെ നേടിയെടുക്കാൻ പറ്റുന്ന ത്യാഗം സഹിക്കുന്നത്, പത്രോസ്, പൗലോസ്, ലൂക്കോസൊക്കെ ത്യാഗം സഹിച്ച ഒരാത്മാവിൻ്റെ വില നേടിയെടുത്തത്. അതുകൊണ്ട് എൻ്റെ മക്കളെ, സുവിശേഷത്തിൽ ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഓരോരുത്തരെയും അതിനുള്ള പ്രാർത്ഥന ചോദിക്കണം, അതിനുള്ള ധൈര്യം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞു, ഒടുവിലും അവൻ്റെ അമിത ബലത്തിലും, കർത്താവിൽ അമിത ബലത്തിൽ, അത് ശക്തിയിലിരിക്കുമ്പോൾ നമുക്ക് എല്ലാം അങ്ങ് വന്നോളും. നമ്മളൊരിടത്ത് സുവിശേഷം പറയാൻ പോകുമ്പോൾ നമ്മളൊന്നും കരുതി കൊണ്ടുപോകണ്ട, അവിടെ പറയാനുള്ളത് നമുക്ക് ദൈവം തരും. അതാണ് സുവിശേഷം. അതാണ് ഈ വീഡിയോയിൽ സുവിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ കൂടുതൽ പറയുന്നത്. ഞാൻ ഓരോ വിഷയങ്ങൾ, പ്രബോധനങ്ങൾ ഇങ്ങനെയുള്ള. അപ്പോൾ ഇന്ന് ഞാൻ സുവിശേഷത്തിൻ്റെ ക്ലാസ്സാണ് നിങ്ങളോട് പറയുന്നത്. ഞാനൊരു സുവിശേഷകയായതുകൊണ്ട് എനിക്ക് ഒരു നാണവും ഇല്ല, മാനവും ഇല്ല, ഒരു ലജ്ജയും ഇല്ല എനിക്ക് സുവിശേഷം അറിയിക്കുന്നതിന്. ഞാൻ മീൻ മേടിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ പച്ചക്കറി മേടിക്കാൻ പോവുകയാണോ, അല്ലെങ്കിൽ മറ്റെന്ത് ആവശ്യങ്ങൾക്ക് പോവുകയാണോ, ഞാൻ അവിടെയൊക്കെ പോയി സുവിശേഷം പറയുന്നൊരു വ്യക്തിയായതുകൊണ്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ, നിങ്ങൾക്കത് ഉപകാരമായി തീരട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഈ ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കാനിടയായി തീർന്നപ്പോൾ, ഈ പ്രാർത്ഥനയുടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനിടയായി തീർന്നപ്പോൾ ഒരു ഭയം, ഒരു പേടി, മറ്റുള്ളവരുടെ ഉള്ളിലൊരു പേടി. പ്രിയമക്കളെ, നാം പേടിക്കരുത്. നാം ഭയപ്പെടുന്നത് എന്തിനാ? നിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ക്രിസ്തുവിൻ്റെ ആത്മാവത്രേ, സ്നേഹത്തിൻ്റെ ആത്മാവത്രേ, ആഴത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമത്രേ. ഈ സ്നേഹം നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവ് ആ സ്നേഹത്തിൽ നമ്മളെ അവിടെ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവമാണ്. നമ്മൾ എവിടെങ്കിലും ഒരു പ്രതികൂലത്തിൽ അകപ്പെട്ടാൽ, ഒരു സുവിശേഷത്തിന് വേണ്ടി ത്യാഗം സഹിച്ചാൽ, അവിടെ നമ്മളെ രക്ഷിക്കാൻ അവിടെ ദൂതനെ അയച്ച് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ പൗലോസിനെ രക്ഷിച്ച ദൈവമല്ലേ നമ്മുടെ ദൈവം. അപ്പം നാം എന്തിന് ലജ്ജിക്കണം? നാം എന്തിന് പേടിക്കണം? നാം എന്തിന് ഭാരപ്പെടണം? നമ്മളിലിരിക്കുന്നവൻ ആരാണ്? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും ശക്തിപ്പെടുത്തുന്ന ദൈവമാണ്. അതുകൊണ്ട് നാം ഓരോ വീടുകളിലും ഓരോ മറ്റുള്ളവരോട്, നമുക്കിപ്പോൾ സുവിശേഷം പറയാൻ നമ്മുടെ അടുത്തൊന്നും ആരും വന്ന് നിൽക്കത്തില്ല. നമ്മൾ ചില റൂട്ടുകൾ പോകുമ്പോൾ ഒരു അവസരമായിരിക്കും നമുക്ക് സുവിശേഷം പറയാൻ. അപ്പോഴാണ് നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത്. അതാണ് ഒരു സുവിശേഷകൻ. അല്ലാതെ സുവിശേഷവുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരും അല്ലാതെ ഉള്ളവരും എല്ലാവർക്കും സുവിശേഷം ഒരുപോലെ. എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഇങ്ങനെ ചിലർ പറയാറുണ്ട്, എന്നെക്കുറിച്ച് ചിലർ പറഞ്ഞ് ഞാൻ കേൾക്കാറുണ്ട്, കലസിസ്റ്റർ ചെയ്യുന്നത് പോലെ അത് കലസിസ്റ്റർക്കേ പറ്റത്തുള്ളൂ. അങ്ങനല്ല. കലസിസ്റ്റർമേൽ വിളിച്ചിരിക്കുന്ന അതേ ദൈവിക വചനവും അതേ സുവിശേഷവും അതേ വിശ്വാസവും അതേ ദൈവവും അതേ യേശുവും തന്നെയാണ് നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ഞാൻ അന്നാ കണ്ടത്തിലിൻ്റെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണ്. അന്നാ കണ്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, അന്നാ കണ്ടത്തിലിനോട് അനേകർ ഇങ്ങനെ പറയുമായിരുന്നെന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും,
അത് പിന്നെ അന്യകണ്ഠത്തിലെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ. അങ്ങനെ പറയരുത്, അവർ അങ്ങനെ പറയരുത്. കാരണം എന്നെ വിളിച്ച വിളി തന്നെയാണ് നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആ വിളിച്ച വിളിയിൽ അല്പസ്വല്പം പ്രാർത്ഥിച്ച് അവർ വില കൊടുത്ത് നേടിയെടുക്കുമ്പോൾ കുറച്ച് കൃപാവരങ്ങളും കുറച്ച് കാര്യങ്ങളും ദൈവം കുറച്ചുകൂടി ശക്തിപ്പെടുത്തി അവർക്ക് ഓടുവാനുള്ള ശക്തി കൊടുക്കും. അപ്പം എന്നും നാം ഒരു വിശ്വാസിയായി തന്നെ ഇരിക്കരുത്, എന്നും നാം ഒരു പ്രാർത്ഥനക്കാരിയായി തന്നെ ഇരിക്കരുത്. അതിനാണ് കർത്താവ് നമ്മളെയൊക്കെ വിളിച്ചത് ഒരു വിളി തന്നെയാണ്. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെയാണ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, ഒരുപാട് പേരുടെ വായിന്ന് ഞാൻ കേൾക്കുവാനിടയായി, എന്നോടൊപ്പം സഹകരിക്കുന്ന എൻ്റെ കൂടെ ഏറ്റവും അടുത്ത് ഉള്ള കൂട്ടുകാരും ഒക്കെ പറയാനിടയായി, കലസിസ്റ്ററെ വിളിച്ച വിളിയല്ല നമുക്ക്. എൻ്റെ ഒരു ആൻറ്റി എപ്പോഴും പറയും, കലസിസ്റ്ററെ വിളിച്ച വിളിയല്ല എനിക്ക്. അപ്പോഴും ആൻറ്റിയോട് പറയാം, അങ്ങനല്ല, എല്ലാവരെയും ഒരാളെ വിളിച്ചേ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ബോൾഡായി ക്രിസ്തുവിൻ്റെ വചനം നമ്മളോട് സംസാരിച്ച്, യേശുവാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, യേശുവാണ് നമ്മളെ നടത്തുന്നത്, എല്ലാത്തിലും നമുക്ക് ജയമെടുക്കാം. നമ്മൾ ഒരു വഴിക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികൂലം പറ്റിയാൽ അതിൽ നിന്ന് നമ്മൾ ജയിക്കത്തില്ലേ? അതിൽ നിന്ന് നമ്മൾ എങ്ങനെ വരും? ഇപ്പോൾ ഒരു പോലീസ് കേസ് വന്ന് അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒന്ന് വന്ന് അതിൽ നിന്നെല്ലാം നമ്മൾ രക്ഷപ്പെട്ട് നമ്മൾ അവിടെ അങ്ങ് കിടക്കുകയാണോ? നമ്മൾ അവിടെ അങ്ങ് ഇരിക്കുവാണോ? അല്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ ഒരു അധികാരി അവിടെ ഉണ്ടാകും. അതിനെക്കാട്ടി വലിയൊരു അധികാരിയാണ് നമ്മളിലിരിക്കുന്നത്. അപ്പോൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിന് നമ്മളിൽ ഉണ്ടാവരുത്. ഈ വീഡിയോ ചെയ്യാൻ കാരണമുണ്ട്. കാരണം നമ്മൾ അനേകരുമായിട്ട് സഹകരിക്കുകയും പോവുകയും പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പലരും സുവിശേഷം പേടി വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളിലിരിക്കുന്ന കർത്താവ് എത്രയോ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ കർത്താവ് ഒരു രാജ്യത്ത് ഓടിപ്പോയി എന്ന് കിടപ്പുണ്ട്. നമുക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പറയണ്ട, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സുവിശേഷത്തിൽ നിങ്ങൾ പേടിക്കാതെ, സുവിശേഷം അറിയിക്കാൻ നിങ്ങൾ മടിക്കാതെ, ലജ്ജ കൂടാതെ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ സുവിശേഷം അറിയിക്കുന്ന പാദങ്ങൾ എത്ര മനോഹരം, മാൻപേടകളെപ്പോലുള്ള കാലുകൾ, ഇതൊക്കെ ദൈവം നമുക്ക് തരും. ഇവിടെ അല്ല ഇതിൻ്റെ പ്രതിഫലം. നമുക്കിതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ദൈവസന്നിധിയിൽ, ദൈവരാജ്യത്ത് ചെല്ലുമ്പോഴേ. ഇവിടെ കുറവുള്ള മനുഷ്യരാണ്, നാം കള്ളം പറയാറുണ്ട്, നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങളുടെ സംസാരിക്കുന്ന കൂട്ടത്തിൽ കളിവാക്കുകൾ പറയാറുണ്ട്, ഒട്ടച്ചൊല്ല് പറയാറുണ്ട്, എന്തെല്ലാം നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ഓരോ പ്രവർത്തിക്കും നമുക്ക് ഇവിടെയല്ല പ്രതിഫലം. ഇവിടുത്തെ പ്രതിഫലം എന്ന് പറയുന്നത് ഒന്നുമല്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെല്ലുമ്പോൾ പ്രതിഫലം ഏറെയാണ്, കിരീടം ഏറെയാണ്. വിശ്വാസം ധരിച്ചു പോയവരെ നേടിയെടുക്കുന്നതിന് വേറെ കിരീടം, വിശ്വാസികളെ കൊണ്ടുവരുന്നതിന് വേറെ കിരീടം, സുവിശേഷം അറിയിക്കുന്നതിന് വേറെ കിരീടങ്ങൾ ഒത്തിരി സ്ഥലങ്ങളാണ്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക, ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കുക, ലജ്ജ കൂടാതെ. അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താ? നിങ്ങൾ സർവ്വ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. ഇന്ന് ഞാൻ എൻ്റെ ക്ലാസ് സുവിശേഷത്തെക്കുറിച്ചാണ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ഏത് കുഞ്ഞുങ്ങൾ, ഏത് മക്കൾക്കും ഈ സുവിശേഷം അറിയിക്കുന്നതിനെക്കുറിച്ച് ലജ്ജ കൂടാതെ ധൈര്യത്തോടെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ, കൃപാസനത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടാണ് ചെല്ലുന്നത്. അതുപോലെ കർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ധൈര്യത്തോടെ കർത്താവിനെ. അതുകൊണ്ട് എന്നും വിശ്വാസിയായിട്ടിരിക്കാതെ, എന്നും പ്രാർത്ഥനക്കാരിയായിട്ടിരിക്കാതെ, എന്നും അഭിഷേകം പ്രാപിച്ച് തുള്ളാതെ, എന്നും ഭൂതങ്ങൾ ഇറങ്ങിപ്പോകാതെ, നിൻ്റെ ദേഹത്ത് എന്നും ഭൂതം വന്നിട്ട് ഭൂതം ഇങ്ങനെ ഇറക്കി ഏത് പ്രവചനം, ഏത് ദൈവദാസന്മാർ വന്നാലും നിങ്ങളുടെ ദേഹത്തൊക്കെ ഭൂതങ്ങളുണ്ട്. ഈ ഭൂതം കയറുന്നത് എന്തുകൊണ്ടാണ്? സുവിശേഷം അറിയിക്കാത്തതുകൊണ്ടാണ് ഭൂതം കയറുന്നത്. സുവിശേഷം അറിയിച്ചിട്ട് ദൈവത്തിൻ്റെ നാമത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഭൂതവും വരത്തില്ല. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നീ ചിന്തിക്കുന്ന നിരൂപണങ്ങൾ അത്രയും നിൻ്റെ മുഖത്തും നിന്നിൽ നിന്ന് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ഈ ഭൂതം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? ഭൂതം കൊണ്ടേ നീ ഇരിക്കത്തുള്ളൂ. ഭൂതത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട്, ഭൂതത്തെ എടുത്ത് ഓടിച്ച് കളഞ്ഞിട്ട് നീ എന്ത് ചെയ്യണം? ഭൂതത്തിനെ മാറ്റി നിർത്തിയിട്ട്, പന്നപ്പിശാച, നിനക്കെന്നിൽ അവകാശമില്ല, എന്നെ വിളിച്ചവൻ വലിയവനാ, എൻ്റെ കാര്യസ്ഥന്, എൻ്റെ അധികാരി, എൻ്റെ രാജാവ് യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ വിലയ്ക്ക് വാങ്ങി, യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ മറുവിലയായി വാങ്ങി, എന്നെ അച്ചാരമായി വാങ്ങി, എൻ്റെ കർത്താവ് വലിയവനാണ്. പിന്നെ നിനക്കെന്തിവിടെ അവകാശം? നിന്നിൽ ഒരു ഭൂതവും ഇല്ല. ഈ ഭൂതം ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ചുമ്മാതെയാണ്. നമ്മൾ ആഴ്ച സഭകളിൽ ചെല്ലുമ്പോൾ എന്നും ഭൂതം കയറുന്നവരുണ്ട്,
എന്നും. അപ്പം അതെന്തുകൊണ്ട്? അത് സുവിശേഷം പറയാത്തതുകൊണ്ടാണ്. സുവിശേഷം പറയാത്തതുകൊണ്ടാണ് നിന്നിൽ ഈ ഭൂതം വരുന്നത്. സുവിശേഷം പറയാൻ നിൻ്റെ ഉള്ളത്തിൽ വചനവും നിൻ്റെ ഉള്ളത്തിൽ ഒരു ബൈബിൾ, ഒരു ട്രാക്റ്റൊക്കെ കൊടുക്കുമ്പോഴത്തേന് ആ സന്തോഷത്തിൽ അങ്ങ് നടക്കും. അല്ലാതെ നീ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എന്നും നീ സഭയിൽ പോയിട്ട് തിരിച്ചു വന്ന് പ്രവചനം കേട്ട് ദൂത് കേട്ട് ഇതെല്ലാം കണ്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഭൂതം കയറും. ഈ ഭൂതത്തെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോണേ. സുവിശേഷം അറിയിക്കുന്നതിന് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രത്യേക കിരീടങ്ങൾ. അപ്പം നാം സുവിശേഷം അറിയിച്ചില്ലെങ്കിലോ അയ്യോ കഷ്ടം. സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം. അന്ത്യകാലത്ത് സന്നിധിയിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കർത്താവ് ചോദിക്കുന്നത്, നിന്നെ ഭൂമിയിലേക്ക് ആക്കിയത് ഞാൻ എന്തിനാ? നീ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞോ? നീ യേശുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയോ? യേശുവിൻ്റെ പത്രങ്ങളായി തീർന്നോ? ഇതൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കൂട്ടുകാരെ, സുവിശേഷം പറയുമ്പോൾ ലജ്ജിക്കാതെ, ലജ്ജ കൂടാതെ ഭൂലോകം മുഴുവൻ പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. കർത്താവിൽ ഒരാത്മാവിൻ്റെ വില വലുതാണ്. നമ്മുടെ ദേശത്ത് നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ തന്നെ ഉണ്ട് ആളുകൾ. നീ എങ്ങും ഓടണ്ട. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ. നീ നടന്നു പോകുമ്പം അവിടെ കെട്ടിയിട്ടിരിക്കുന്ന കഴുതയ്ക്ക് കുറച്ച് കയറ് മതി, കൂടുതൽ കയറൊന്നുമില്ല, കുറച്ച് കയറ് മതി, നീട്ടിക്കെട്ടത്തില്ല. അപ്പോൾ കുറച്ച് കയറ് കെട്ടിയിട്ടിരിക്കുന്ന കഴുതയെ നീ അഴിച്ചുകൊണ്ട് വരാൻ അവർ വഴിയിൽ കയറും. അപ്പോൾ ഒരുപാട് കഴുതകൾ കെട്ടുമുട്ടിൽ കിടപ്പുണ്ട്. ആ കഴുതകളെയൊക്കെ അഴിക്കാൻ നമ്മൾ പോകണം. നമ്മൾ പോകാതെ ആര് പോകാൻ? യൂട്യൂബിലൂടെയും പിന്നെ മെസ്സേജിലൂടെയൊക്കെ ഇട്ടും ആ കഴുതകൾ അഴിഞ്ഞു വരും, പൊട്ടി വരും. നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടും കഴുതകൾ അഴിഞ്ഞു വരും, പൊട്ടി വരും. അപ്പം യൂട്യൂബിലൂടെ ഇടുന്ന വചനങ്ങൾ കൊണ്ടും ചിലരുടെ ഹൃദയത്തിലെ കെട്ടുകളും പൊട്ടി നമ്മുടെ ദൈവത്തിലേക്ക് അടുത്ത് വരും, അതും വരും. അപ്പോൾ സുവിശേഷം അറിയിച്ചില്ല എങ്കിൽ അയ്യോ കഷ്ടം. എൻ്റെ മക്കളെ, ഇന്നത്തെ ഈ സുവിശേഷത്തിൻ്റെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അടുത്ത വീഡിയോയുമായി, വചനവുമായി വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം അറിയിച്ചുകൊണ്ട് ആമേൻ.